ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ ഇന്ന് നമ്മുടെ ഡേ 4 എൻഡിലുണ്ടായിരുന്ന പ്രമോയുടെ ഒരു റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നാളത്തെ ആ ഒരു പ്രമോയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന് അക്ബറിൻ്റെ പണിപ്പുര ടാസ്കും പിന്നെ ഒനീൽ വേഴ്സസ് നമ്മുടെ റെന ഫാത്തിമ തമ്മിലുള്ള ഒരു ക്ലാഷ് കാണിക്കുന്നത്. അപ്പം പണിപ്പുര ടാസ്കിൽ നമുക്കറിയില്ല, കാരണം ലാസ്റ്റ് ടൈം അക്ബർ കയറിയിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ഞാൻ ആദ്യം ഉള്ള വിഷ്വൽസിലൊക്കെ പുള്ളിയുടെ കയ്യിൽ ഒരു കറുത്ത കവർ, മറ്റേ നമ്മുടെ വേസ്റ്റ് കവർ പോലെ ഒരെണ്ണം കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇനി ബിഗ് ബോസ് അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടാകും, കാരണം കയറിയ ഒരു വിഷലിനൊന്നും പുള്ളിയുടെ കയ്യിൽ കവറില്ല. അപ്പം അതും കൊണ്ട് പുള്ളി എന്തായാലും അകത്ത് കയറുന്നുണ്ട്. നമുക്ക് ഇത് എത്രമാത്രം പുള്ളിക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അക്ബറിൻ്റെ ഒരു കേസിൽ സ്വന്തമായിട്ട്, അതായത് സെൽഫായിട്ടുള്ള സാധനം മാത്രം എടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം പുള്ളി അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ചിലയിടത്ത് പുള്ളി കുറച്ച് ഒരു മനുഷ്യത്വം കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീട്ടിലേക്കുള്ള ഐറ്റംസ്, അതായത് ജനറൽ ഐറ്റംസും പുള്ളി എടുക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം അറിയില്ല, നമുക്ക് നോക്കാം നാളെ എങ്ങനെയാണ് പുള്ളി കളിക്കുന്നത് എന്നുള്ളത്. പേഴ്സണലായിട്ടുള്ള ഐറ്റംസ് മാത്രമേ എടുക്കുകയുള്ളൂ, അതോ ജനറലായിട്ട് ആവശ്യമുള്ള സാധനം. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ബിന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഗോതമ്പ് വളരെ കുറവാണ്, അല്ലെ എല്ലാവർക്കും കൂടി ഇനി ഫുഡ് ഉണ്ടാക്കാനില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം പുള്ളി അത് കൺസിഡർ ചെയ്യുമെന്നാണ് എൻ്റെ വിചാരം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒനീലും റെന ഫാത്തിമയും തമ്മിലുള്ള ഒരു വഴക്ക്. അവർ തമ്മിൽ നേരത്തെ തൊട്ട ഒരു ക്ലാഷ്. മുൻഷി രഞ്ജിത്തും ഒനീലും അവർ രണ്ടുപേർക്കും റെന ഫാത്തിമയുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ട്, പുള്ളിക്കാരിക്ക് തിരിച്ചുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാഷ് എന്തായാലും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഫൈറ്റിലേക്ക് അവസാനിക്കും. ഞാൻ ഒനീലിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ ഒരു അടി പ്രതീക്ഷിച്ചില്ല. പക്ഷെ അറിയില്ല, എന്തെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൽ വെച്ചിട്ട് പിടിച്ച് പറഞ്ഞതാവാം. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് വാക്പോര് നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് അതിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്നുള്ളത്. എന്തായാലും റെനയും നന്നായിട്ട് സംസാരിക്കും, ഒനിയിലും സംസാരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമുക്ക് കാണാം നാളെ എങ്ങനെ ആ വഴക്ക് അവസാനിക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം വാച്ച് ചെയ്യുന്നതിന് താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.